ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കൊച്ചിയിലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ പനമ്പള്ളി നഗറിനകത്ത് ചിക്കൻ കറി എഫയർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തി. ആദ്യം ഒരു ചെറിയ ഷോപ്പിംഗ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. സിൽക്കാണോ? മസ്ലിൻ സിൽക്കോ? കുറച്ച് പരിപാടി. അപ്പോൾ ഈ എല്ലാ ചിക്കൻ കറിയും പല പല മെറ്റീരിയലിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ജോർജറ്റ് സംഭവങ്ങളോ നല്ല ഭംഗിയുണ്ട്. പല കളേഴ്സ് ഉണ്ട് അല്ലേ അവൈലബിൾ ആയിട്ട്. ഈ ഇരിക്കുന്നതൊക്കെ സെയിം ഇത് തന്നെ, ഇതിൻ്റെ തന്നെ വേറെ പാറ്റേൺസ്. മൊഡാലുണ്ടോ? ഓക്കെ, ഇത് ജോർജറ്റ് തന്നെ സ്ലിറ്റ് ഉള്ള ടൈപ്പ് അല്ലേ? മൊഡാലിൻ്റെ സോഫ്റ്റ് കോട്ടൺ ടൈപ്പ്. മൊഡാൽ മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് കോട്ടൺ ആത്മീയതല്ലേ. ഭയങ്കര സുഖം ഉണ്ടാവും അല്ലേ ഇടാനായിട്ട്. പക്ഷേ ഇത് സ്ലിറ്റ് ഉള്ള ടൈപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതും അത് തന്നെയല്ലേ? സെയിം. ഓക്കെ, മേലെ കൂടെ നോക്കാം. ഇതിൻ്റെ ടൈപ്പ് പക്ഷേ സ്ലിറ്റ് ഉള്ളതാണല്ലോ അല്ലേ? എല്ലാം സ്ലിറ്റ് ഉള്ളതാണ്. ഓക്കെ, സ്ലിറ്റ് ഇല്ലാത്ത ഈ പാറ്റേണാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഈ മെറ്റീരിയൽ അങ്ങനത്തെ ഉണ്ടോ പാറ്റേൺ? ഇത് കോട്ടൺ, മൊഡാൽ കോട്ടൺ. ഓക്കെ, ഇവരുടെ തന്നെ അപ്സ്റ്റേഴ്സാണിത്. താഴെ കണ്ട പാറ്റേൺ ഇല്ല, അതില്ല. ഇതൊക്കെ എന്താണ് മെറ്റീരിയൽ? സ്ലിറ്റുള്ള ടൈപ്പാണോ? ക്രേപ്പ് സിൽക്ക്. എല്ലാം ചിക്കൻ കാരിയാണ് അല്ലേ? പക്ഷെ പല മെറ്റീരിയൽസിലാണെന്ന് മാത്രം. മസ്ലിൻ സിൽക്ക് 2 പീസ്. നല്ല ഒരു ലാവൻഡർ സ്റ്റൈൽ. ഇതും സ്ലിറ്റ് ഉണ്ട് അല്ലേ? ഇത് കോട്ട് സെറ്റ് മാതിരി അല്ലേ? അങ്ങനത്തെ. ഇത് ഫുൾ സെറ്റിനാണ് പ്രൈസ് അല്ലേ? സെപ്പറേറ്റ് അല്ലല്ലോ? ഓക്കെ. ദുപ്പട്ട 3 കൂടി വരുന്ന പീസ്. പേൾ വർക്ക്. ഷിമ്മർ പോലെ അല്ലേ? അടിപൊളി കളക്ഷൻസ് അല്ലേ? കൊള്ളാമല്ലോ. വിത്ത് ദുപ്പട്ട. ഇതെന്ത് മെറ്റീരിയലാ? കോട്ട. ഓരോന്നും ഡിപ്പെൻസ് ഓൺ മെറ്റീരിയൽ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്, വർക്ക് അനുസരിച്ചിട്ടാണ് വില വരുന്നത്. ഇതുമൊക്കെ സ്ലിറ്റ് ഉണ്ട്, പക്ഷേ നോർമൽ ഒരു കുർത്തി പാറ്റേൺ ആണ്. കോട്ട മെറ്റീരിയൽ ചിക്കൻ. ഇതിങ്ങനെയൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർക്ക് ഈ പാറ്റേൺ ടൈപ്പ്. അതുണ്ട് ഇവിടെ. അതുണ്ടോ? ഡബിൾ ഷെയ്ഡ്, ഒരു ഓംബ്രെ മാതിരി അല്ലേ? ജോർജറ്റ്. ഇങ്ങനത്തെ കൊള്ളാം. നൈസ്. ഇത് ബോട്ടം ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി. ഇതെല്ലാം ആ മെറ്റീരിയലായിട്ട് വരുന്നല്ലേ? ഓക്കെ ഓക്കെ. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ്. ഇതെന്താണ്? മൾട്ടി കളർ കോട്ടൺ മൊഡാൽ. താഴെ കണ്ട പോലത്തെയാണോ? അതിൻ്റെ വേറെ ടൈപ്പ് അല്ലേ? അതിൻ്റെയൊക്കെ പല ഷെയ്ഡ്സ് ഉണ്ട്, കുറേ കൊള്ളാമല്ലോ. നൈസ്. ഇത് പിന്നെ ഇത് ഡെയിലി വെയർ മൽക്കോട്ടിൻ്റെയാ? വില കുറവാണല്ലേ ഇത് കുറച്ച്? ഓക്കെ, 1500-ൻ്റെയാണ്. മറ്റൊക്കെ കുറച്ചുകൂടി കോസ്റ്റ്ലിയറാണ്, പക്ഷെ അത് അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇത് ഡെയിലി വെയർ പറ്റുന്ന ടൈപ്പ്. ഇതിലെല്ലാ സൈസ് ഉണ്ടോ? നല്ല കുറേ കളേഴ്സ്.
ഇഷ്ടപ്പെട്ട കളേഴ്സിലൊന്ന് പിടിക്കാലോ. സെറ്റാണോ? മൽക്കോട്ടിൻ്റെ ഫുൾ സെറ്റാ. ഓക്കെ, 2 പീസ്. ഇത് കുറച്ച് നല്ല മനസ്സിലായി. ഓ, കൊള്ളാമെന്ന് തോന്നുന്നു അല്ലേ? ഒരു ഇത് ടൈറ്റാണോ എന്ന് എൻ്റെ ഡൗട്ട്. എനിക്ക് ഇത് കണ്ടിട്ട് അല്ലേ, ചില പലതും പല ടൈപ്പ്. ഇത് സിംഗിൾ പീസാണോ? 46 ഉണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കുറേ ഉണ്ട് കളക്ഷൻസ്. ഇത് കറക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ടർ ചെയ്ത് തരും അല്ലേ? നമ്മളെടുത്ത അത് സെയിം സാധനമാണോ ഇത്? അതാണ് ഇവിടെ. അപ്പോൾ കുറച്ചുകൂടി വണ്ണം ഉണ്ടാവുമല്ലോ വേസ്റ്റിൻ്റെ. അതിൻ്റെ തന്നെയാണോ ഇത്? അതെ, എന്തായാലും ഇതെടുക്കാം. ഓക്കെ, അല്ല സാരി ഉടുത്തിട്ട് പാടാം. അല്ല, ഞാൻ ഇവിടെ ഉണ്ട് 2 ദിവസത്തേക്ക്. ഓക്കെ, നോക്കാം. താഴത്തൊരു ബ്ലാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, തൽക്കാലം ഇത് എടുത്തിട്ട് ഓൾട്ടർ വേണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കൊടുത്താൽ 1 hour ഓൾട്ടർ ചെയ്ത് തരും. വലിയ വേറെ ഉള്ള സാധനം നല്ല ഭംഗിയുണ്ട്. നൈസ് കളർ. ഇതും കൂടി കൊണ്ടുപോവേ. ഇത് ഷിമ്മീസ് വേണോ? അകത്ത് വേണ്ടി വരും അല്ലേ? കുറച്ച് തിന്നാണ്. ഇത് ഏതിൻ്റെ സൈസായിരുന്നു? ഇട്ട് നോക്കിയിട്ട് പറയാം. സ്ട്രെച്ചബിൾ ആയ അതിനെക്കാട്ടിൽ ഇതാ നല്ലത് അല്ലേ? ഇതൊക്കെ ഒരു 2 അല്ലേ, ഡാർക്ക് ആൻഡ് ലൈറ്റ്, ഒരു ഒംബ്രേ പോലെ ഷെയ്ഡ്സ്. ഇറ്റ്സ് നൈസ്, ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ഷെയ്ഡ്സ്. ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തല്ലേ. തൊട്ടടുത്ത് തന്നെ വേറൊരു ഫേമസ് കടയുണ്ട് കേട്ടോ, ജാം റോൾസിന്. കുഞ്ചൂസ് ജാം റോൾസ്. അത് വളരെ ഫേമസ് ആണ്. ഇവരുടെ ഒറിജിനൽ ഷോപ്പ് വേറെ സ്ഥലത്താണ്, പക്ഷേ ഇതിൻ്റെ ഔട്ട്ലെറ്റാണ്. ഹലോ, ഹായ്. നിങ്ങളുടെ ഫേമസ് ജാം റോൾസ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഒറിജിനൽ ഷോപ്പ് എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി. യെസ്, കുഞ്ചൂസ്. ഇത് കംപ്ലീറ്റ് കുഞ്ചൂസ് ജാം റോൾ. ഇപ്പോൾ പൈനാപ്പിളാണ് കൂടുതൽ പോകാറ്. വളരെ വളരെ ഏറ്റവും മൂവിങ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളത് പൈനാപ്പിളാണ്. അതാണ് സംഭവം. നോക്കൂ, ഇതുപോലെ ഒരു സ്വിസ് റോള്, എന്താ പറയുക, ജാം റോൾ ഒരിടത്തും കിട്ടില്ല. വെരി വെരി സ്പെഷ്യൽ. കുഞ്ചൂസ്. ഞാൻ ഇത് കുറേ കൂടുതൽ മൂവിങ്. ഇത് പൈനാപ്പിളിൻ്റെ. കാക്കനാടും ഉണ്ട്. പറ്റുമെങ്കിൽ ഇവരുടെ പ്രൊഡക്ഷൻ സ്ഥലത്ത് നമുക്കൊന്ന് പോകാം. എൻ്റെ കാണുകയും ചെയ്യാം. ആരെയും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇങ്ങനത്തെ പല ഫ്ലേവേഴ്സ് ഉണ്ട് അല്ലേ? പൈനാപ്പിളും സ്ട്രോബെറി ആണ് ജാം റോൾസ് ആയിട്ട് വരുന്നത്. പിന്നെ കേക്ക്സ് ആണുള്ളത്. ഹേസൽനട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ട്. ഇത് വരുന്ന ഹമ്മിങ് ബേക്ക്. ഓ, ഓക്കേ. ഇത് ബേസ് കേക്ക് വരുന്ന പൈനാപ്പിൾ ബനാന ആണ്. ഓ, ശരി. പിന്നെ ക്രീം ചീസും വാൾനട്ടും വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ട്. ഓ, ഇതാണ് എന്താ കേക്ക്സ്. ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ്. അത് എന്തൊക്കെയാ വരാ? ബേസ് കേക്ക്, പൈനാപ്പിൾ ബനാന, ക്രീം ചീസും വാൾനട്ടും ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്, ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഹേസൽനട്ട് ചോക്ലേറ്റ് കേക്ക് ആണ്. അത് ബേസ് വരുന്ന ചോക്ലേറ്റ് കേക്ക് ആണ്. പ്യുവർ ബെൽജിയൻ ചോക്ലേറ്റ്. ഓ, ശരി. അതാണ് അടിപൊളി. ഇതാണ് മെയിനായിട്ട് ഇവിടുത്തെ വലിയ മൂവിങ് കാര്യങ്ങൾ അല്ലേ? ബട്ടർ കുക്കീസ്. സേവറിയാണ്, സേവറി സ്നാക്കാണ്. ഇറ്റാലിയൻ സേവറി സ്നാക്കാണ് അല്ലേ? ഓ, കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അല്ലേ, നാട്ടിൽ കിട്ടുന്ന തമിഴ് സ്പെഷ്യൽ സേവറി പോലെ ഇരിക്കുന്നത്. പക്ഷേ ദിസ് ഇസ് നോട്ട് ദാറ്റ്. ദിസ് ഇസ് ഇറ്റാലിയൻ.
ജാം റോളും ഓക്കെ. പൈനാപ്പിൾ ഫുൾ പൈനാപ്പിൾ. ഇതിങ്ങനെ മേടിക്കാനായിട്ട് ഇപ്പം ഇങ്ങനത്തെ പാക്കിങ്ങിൽ കിട്ടും. 800 ഗ്രാമും 400 ഗ്രാമോ ഉള്ളത്. 800 ഗ്രാമിന് എന്താ വില? 500. വരുമ്പോൾ 500ഉം സ്ട്രോബെറി വരുമ്പോൾ 700. ഓക്കെ. 400 ഗ്രാം ആണെങ്കിൽ പൈനാപ്പിൾ 275, സ്ട്രോബെറി 375. ഇതിപ്പോൾ ആൾക്കാർക്ക് മേടിച്ചിട്ട് പോകാനൊക്കെ സൗകര്യത്തിനല്ലേ? നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇപ്പം ആൾക്കാർക്ക് കുറച്ചുകൂടെ മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറിയ പാക്കിംഗ്. രക്ഷയില്ല ടേസ്റ്റ്. ഓ താങ്ക് യു സോ മച്ച്. ഓക്കെ. ഞാൻ അവിടുന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ ജാം റോഡ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. അതാ ഞാൻ പറഞ്ഞത്, കാഞ്ഞിരപ്പള്ളി. ഭയങ്കര ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് ആണ്. അവിടെ ഉണ്ടോ അറിയില്ല. ഇച്ചിരി ലേറ്റ് ആയി. ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിന് പോകണം. നമ്മുടെ KMS ബസ്സില് കൊടുത്തു വിടുവായിരുന്നു. ആണല്ലേ? ഓ, ഇതൊരു നൊസ്റ്റാൾജിയാണ് അപ്പോ അല്ലേ? ഓക്കെ. ഇതിങ്ങനെ വേറെ എവിടെയും കിട്ടില്ലല്ലോ, അതാണ്. അവര് പിള്ളേര് എന്റെ മോൾക്ക് ജാം റോളാണ് എല്ലാരും പറഞ്ഞത്. പക്ഷേ ഈ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കേരളയിൽ നിന്ന് വരുന്നവരെല്ലാരും കൊണ്ടുവരുന്നത് കേരള ചിപ്സ് ആണ്. ഓക്കെ. ഇത് ഡിഫറെന്റ് ആയിട്ട് അതെ ഭയങ്കര ഡിമാൻഡാണ്. എവിടെയാണ്? ദുബായിലാണ്. ഓക്കെ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പുതിഞ്ഞ പഴയ കേക്ക് പോലെ അല്ലേ? പുതിക്കേക്ക് പോലെ. പക്ഷേ ദിസ് ഈസ് ലെമൺ പേസ്റ്റ് കേക്ക്. ഇത് ഭയങ്കര ഫേമസ് ആണ്, ലെമൺ പേസ്റ്റ്. ഓ വാവ്. അത് ശരി, അകത്തൊരു ചെറിയൊരു ക്രീമും വരും. അത് ശരി. ഓക്കെ. ലെമൺ പേസ്റ്റ് അടിപൊളി. കുഞ്ചൂസ് ജാം റോൾ ഷോപ്പിൽ നിന്ന് കുറേ ഗുഡീസ് എനിക്ക് കുറേ തന്നു വിടുകയാണ് കേട്ടോ. ഓണർ എനിക്ക് പരിചയമുണ്ട്, വിഷ്ണുവിൻ്റെ വലിയ ഫ്രണ്ടാണ്. അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു ഫോണിൽ. അപ്പോൾ ഞാനിനി ഒരു പ്രൊഡക്ഷൻ സ്ഥലത്തും കൂടി ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് ദി അനദർ ഫുഡ് സ്പോട്ട്. അയ്യോ ദൈവമേ, അവിടുത്തെ തിരക്ക് നോക്കിയേ. മന്ന റെസ്റ്റോറൻറ്റ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. കുറേ ഷോർട്ട് ഈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടയിൽ നിന്ന് ഇങ്ങനെ കഴിക്കാൻ പോണേ. ഓ മൈ ഗോഡ്, ഇവിടുത്തെ തിരക്ക് നോക്കിയേ. മന്ന റെസ്റ്റോറൻറ്റ്. ഇവരുടെ മെനു ആണ്. ഇതിലിപ്പോൾ ഒരുപാട് കാര്യമുണ്ട്. മെയിൻ കോഴ്സ് ഉണ്ട്, അത് വേറെ. പക്ഷേ അല്ലാണ്ട് ഇപ്പോൾ സ്നാക്സ് ഈവനിങ് അല്ല, ഇതൊരു ഹാങ് ഔട്ട് പ്ലേസ് ആണല്ലോ. ബ്രെഡ് പോക്കറ്റ്, ബ്രെഡ് വഴറ്റിയതോ ബ്രെഡ്, പിന്നെ കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട്, ചിക്കൻ മയോ സാൻഡ്വിച്ച്, ഫ്രൈഡ് എഗ് പഫ്സ്, ഇറച്ചിപ്പത്തിരി, ചിക്കൻ ഡേറ്റ്സ് പോള, കായ് മസാല ബോണ്ട, എഗ് ബജി, കായ്പോള, ക്യാരറ്റ് പോള, പഴം പൊരിച്ചത്, ഡേറ്റ്സ് ഉണ്ട, ഒണിയൻ വട, കോഫ്ത ചിക്കൻ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ സ്പെഷ്യലാണ്. ഇവരുടെ എല്ലാവരും വരുന്ന കഴിക്കുന്നത്. പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഈ നമ്മുടെ മലബാർ സ്നാക്സ് ഫുൾ സംഭവമുണ്ട്. തരി ഉണ്ട, ഒണിയൻ പക്കോട, അങ്ങനത്തെ കാര്യങ്ങൾ, കേളാഞ്ചി, പിന്നെ ബിരിയാണി, റൈസ്, പിന്നെ കോംബോസ് ഉണ്ട്. ഇതൊക്കെ വൈകുന്നേരം കിട്ടുന്നതായിരിക്കും അല്ലേ? 3 പൊറോട്ട ആൻഡ് ചിക്കൻ ഫ്രൈ പ്ലസ് ലൈം ജ്യൂസ് 180, അങ്ങനെ കോംബോ. ബ്രെഡ്സ് ആൻഡ് റോട്ടീസ്, മെയിൻ കോഴ്സ് ബീഫ്, കുറേ കാര്യങ്ങളുണ്ട്. മന്ന റെസ്റ്റോറൻറ്റ്, പനമ്പള്ളി നഗർ, കൊച്ചി. ഇതെന്താ? മൊഹബത്ത്. ഓക്കെ. പാഷൻ ഫ്രൂട്ടൊക്കെ ചേർത്തിട്ട് വരിക. ബ്ലാക്ക് ടീ, ജിഞ്ചർ. ഓ അത്രേ ഉള്ളൂ. മിൻറ്റ്, ലെമൺ ആൻഡ് ജിഞ്ചർ. ദറ്റ് ഇസ് മൊഹബത്ത്. ബ്രസീലിയൻ ടീ. ഇതിനകത്ത് പാഷൻ ഫ്രൂട്ട് പ്ലസ് ടീ ആൻഡ് ബാക്കി കുറച്ച് കാര്യങ്ങൾ അല്ലേ? ഓക്കെ. ദിസ് ഇസ് ദി ചിക്കൻ കോഫ്ത വിത്ത് ലോട്ട് ഓഫ് മയോ സോസ്. ഓ രക്ഷയില്ല. അങ്ങനെയാണ്. ഇത് ഇവരുടെ ഭയങ്കര മൂവിങ് ആണല്ലേ. നിങ്ങളുടെ ഈ സ്നാക്സ് എത്ര മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫുൾ ടൈം സ്നാക്സ് കൊടുത്തോണ്ടിരിക്കോ? ഓക്കെ. സ്പെഷ്യൽ ഐറ്റംസ് വരും. പിന്നെ മെയിൻ കോഴ്സ് വേറെ, പിന്നെ അല്ലാതെ കോംബോസ് ഉണ്ടല്ലേ? പൊറോട്ട. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ടിപ്പോൾ? ഏതാണ്ട് 4 years, 7 വർഷമായി. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഭയങ്കര ഒരു മൂവിങ് പ്ലേസ് ആണല്ലേ? ചൈനീസും ഉണ്ടാവും, ഫ്രൈഡ് റൈസ് അങ്ങനെ. അത് എത്ര മണി വരെ ഓപ്പൺ ആണ്? രാത്രി 12 മണി വരെ, 12 o'clock. ഓക്കെ. ഇതെന്തായിരുന്നു? ഓ ഡേറ്റ്സ് പൊരിച്ചത് അല്ലേ? ഓക്കെ.
ദിസ് ഇസ് ചിക്കൻ കട്ട്ലറ്റ്. ഇത് ചട്ടിപ്പൊടി സ്റ്റീം ചെയ്യുന്നത്. ദിസ് ഇസ് റെഡ് പോക്കറ്റ്. അകത്ത് ചിക്കൻ മനസ്സിലായി. കൊള്ളാം കേട്ടോ. വെരി ഡിഫറെൻറ്റ്. പാഷൻ ഫ്രൂട്ടൊക്കെ കട്ടൻ ചായയിലൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് വരുന്നത്. ദിസ് ഇസ് ബ്രസീലിയൻ ടീ. ഇത് നോർമൽ ടീയും നല്ല ചായയും നല്ല മൂവിങ് ആണ്. ഇത് മൊഹബത്ത് ഫ്രൂട്ട്, ജിഞ്ചർ, മെൻറ്റ്, ലെമൺ എല്ലാം വരുന്നതാണ് ടീ. ആഹാ, അടിപൊളി. നല്ല ഇഞ്ചിയുടെ ടേസ്റ്റ്, വെരി നൈസ്. ഇതും കൊള്ളാം. ചെറിയ പുളിയും കൂടി ഉണ്ട്. ദിസ് ഇസ് വെരി രണ്ട് ലെവലാണ്. ഇതാണ് ഇവരുടെ ഭയങ്കര ഒരു സംഭവമായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാവരും കഴിക്കണം എന്ന് പറയുന്നൊരു സംഭവമാണ്. ചിക്കൻ കബാബ്. അടിപൊളി. കോഫ്ത, ചിക്കൻ കോഫ്ത. മയോണൈസ് സോസിങ്ങനെ മുങ്ങി കിടക്കും. അടിപൊളി കേട്ടോ. ഒരു മലബാർ സ്നാക്സ് എല്ലാം കിട്ടും. പിന്നെ അല്ലാത്ത ഫുഡും ഉണ്ട്. ഇവിടുത്തെ വെളിയിലത്തെ ക്രൗഡ് ഉണ്ടല്ലോ, അപ്പോൾ ജെൻസി ഹാങ് ഔട്ട് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പ്ലസ് അകത്തിരുന്ന് കഴിക്കണം എന്നുള്ളത്. ഇത് നോക്കിയാൽ ഡേറ്റ്സ് വെച്ചിട്ട് പിന്നെ പഴംപൊരി പോലെ ചെയ്യുന്നത്. ഓക്കെ, അത് ശരി. ഡേറ്റ്സിൻ്റെ ഒരു ബോൾ പോലെ ആക്കിയിട്ടായിരിക്കും പൊരിക്കുന്നല്ലേ. കുറച്ച് ഓയിലുണ്ട്. ചിക്കൻ കട്ട്ലറ്റ്. അടിപൊളി. വെരി നൈസ്. ഓ എൻ്റെ ദൈവമേ, ഇവിടുത്തെ തിരക്ക് കണ്ടല്ലോ. യെസ്, തൊട്ടടുത്ത് ഫ്രൂട്ട് ബേ ഉണ്ട്. ഓക്കെ, ഷേണായിസ് ക്രീം കോർണർ. ഷേണായിസ് ഐസ്ക്രീം കോർണറിൻ്റെ ഉടമസ്ഥനും വൈഫാണ് അദ്ദേഹം. നമസ്കാരം. എത്ര വർഷം മുന്നേ ഉള്ളതാണിത്? 1970. ആര് സ്റ്റാർട്ട് ചെയ്ത്? ഫാദറായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര വർഷമുണ്ട്? 55 വർഷം. ഇത് ആക്ച്വലി നമ്മൾ മട്ടാഞ്ചേരി ഏരിയ പാലസ് റോഡ് അവിടെയാണ് ഇത്. ഷേണായിസ് ഐസ്ക്രീം കോർണർ, വെരി ഫേമസ്. ഒരുപാട് റീൽസൊക്കെ വന്നിട്ടുള്ളതാണ് അല്ലേ. ഗംഭീരമാണ്. കസ്റ്റേർഡും കട്ട് ഫ്രൂട്ട്സും കൂടി വെച്ചിട്ടൊരു കോമ്പിനേഷൻ കൊടുക്കും. അതും ഭയങ്കര ഇതാണ് അല്ലേ. ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഉണ്ട്. കസ്റ്റേർഡ്, ലസ്സി. അതും പുതിയതായിട്ട് തുടങ്ങാനുള്ള ഒരു പരിപാടി ഉണ്ട്. മാംഗോ കസ്റ്റേർഡ് ഒക്കെ, സ്ട്രോബെറി കസ്റ്റേർഡ്, കേസർ പിസ്ത. അതെല്ലാം ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ടല്ലേ. ഓക്കെ, അതല്ല. പക്ഷെ പണ്ട് തൊട്ടുള്ള നിങ്ങളുടെ തന്നെ സ്വന്തം സംഭവമാണ് ഈ കസ്റ്റേർഡും കട്ട് ഫ്രൂട്ട്സ്, ലസ്സി. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒന്ന് കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ലസ്സിന്ന് തുടങ്ങാം. ഓക്കെ, ശരി. കസ്റ്റേർഡിന് മധുരം കൂടുതലായിരിക്കും. ഓ ശരിയാണ്. അപ്പോൾ ലസ്സി ആദ്യം കുടിക്കാം, എന്നിട്ട് തുടങ്ങാം. ഓക്കെ, ലസ്സിന്ന് തുടങ്ങാം. താങ്ക് യു. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീകർ പി ഷെണായി എന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്ഥാപിച്ച സ്ഥാപനമാണിത്. ഇവിടെ തുടങ്ങുമ്പോൾ ഇതിൻ്റെയൊക്കെ വില വളരെ ചെറിയ പൈസയിലാണ് സ്റ്റാർട്ടിങ് അല്ലേ. 60 പൈസ. അത് വർഷങ്ങൾ കഴിഞ്ഞു. 55-56 വർഷം. 60 പൈസയുടെ ലസ്സി. ഇപ്പോൾ എങ്ങനെയാണ് വില? 40. ഓക്കെ, അത് വർഷങ്ങളുടെ 75. ഇപ്പോൾ
അന്ന് 75 പൈസ. ഇപ്പോൾ 40, എല്ലാം 40 അല്ലേ? ഓക്കെ ഓക്കെ, അത് വലിയ കൂടുതലല്ല ഇപ്പോഴത്തെ രീതിയിൽ. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് സലാഡ് കസ്റ്റേർഡാണ്. കട്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഫ്രോസൺ കസ്റ്റേർഡാണ് വെക്കുന്നത്. ഇതാണൊരു പാറ്റേൺ. താങ്ക് യു. ഇതാണ് ഇവിടുത്തെ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം, ഫ്രോസൺ കസ്റ്റേർഡ്. ഈ ഫ്രോസൺ കസ്റ്റേർഡിനെ ഫ്രൂട്ട്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അമ്മമാർ കുട്ടികൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ പണ്ടൊക്കെ കസ്റ്റേർഡ് തന്നെയാണ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് ഐസ്ക്രീം കൊണ്ട് കൊടുക്കും. എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. ആ ഒരു ഫീലിംഗ് അത് കഴിക്കുമ്പോൾ ആ കസ്റ്റേർഡ് പോലെ ദാറ്റ് ഐസ്ക്രീം വിത്ത് ദ ഫ്രൂട്ട്സ്. നൊസ്റ്റാൾജിക് ടേസ്റ്റ്. എന്തായാലും എല്ലാവരും ഇങ്ങനെ വരുന്നു, കഴിക്കുന്നു, പോകുന്നു, ആസ്വദിക്കുന്നു, ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇവിടെ വന്നിട്ട്. ഒരു പലരുടെയും ഒരു നൊസ്റ്റു പ്ലേസ് ആയിരിക്കും ഇത്. വർഷങ്ങൾക്ക് മുന്നേ അതിനെ കഴിക്കാൻ വന്നവരുണ്ടാകും. ഇപ്പോഴും ആ കട അങ്ങനെ തുടരുന്നു. പിന്നെ പുതിയ ഫ്ലേവേഴ്സ് കൊണ്ടുവരുന്നു, പറഞ്ഞല്ലോ, മാംഗോ ക്രീം, സ്ട്രോബെറി ക്രീം, അതെല്ലാം അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടഡ് ആണെന്ന് തോന്നുന്നു. പല ഫ്ലേവേഴ്സ് അവർ ട്രൈ ഔട്ട് ചെയ്യുന്നു. ഇതിപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീം, കസ്റ്റർഡ് ഐസ്ക്രീം. നൈസ്, വെരി നൈസ്. അതാട്ടോ നമുക്ക് വാനില അല്ലേ? ദിസ് ഇസ് പ്ലെയിൻ സ്ട്രോബെറി. അങ്ങനെ ഷെനൈസ് ഐസ്ക്രീം കോർണറിൽ നിന്ന് ഇറങ്ങുന്നു. അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ജോയിൻസും ചെറിയ ചെറിയ സ്ഥലങ്ങളും ഒക്കെ സ്നാക്കും ഒക്കെ കഴിച്ച് നടക്കുകയാണ്. ഇനി ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്ത് കൂടി പോകാനുണ്ട്. അങ്ങോട്ട് പോകാം. ഈ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്ന ആൾ അദ്ദേഹമാണ്. അതാണ് ഓണർ കേട്ടോ, സുനിത നായർ. എന്നിട്ട് പുള്ളിക്കാരി ജനിച്ചത് വളർന്നതൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ്. ത്രൂ ഔട്ട് ഇങ്ങനെ അച്ഛൻ റെയിൽവേയിലായിരുന്നുകൊണ്ട് യാത്രയിലായിരുന്നു. അപ്പോൾ ഒരു മക്കളെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി അല്ലേ? അപ്പൊ മക്കള് പറഞ്ഞു അമ്മക്ക് ഇഷ്ടമുള്ള ഇനി ചില ഇപ്പോഴാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞു. എനിക്ക് വേണ്ടി ഇനി ഇഷ്ടമുള്ള കാര്യം ചെയ്യണം. അങ്ങനെയാണ് അപ്പൊ അവര് സപ്പോർട്ട് ചെയ്തത്. അമ്മക്ക് ഇഷ്ടമുള്ള ചെയ്തു, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് കഴിഞ്ഞ വെക്കേഷനിലേക്കാണ് ഞങ്ങൾ സ്റ്റോൾ ഇട്ടത്. ട്രയലിന് പോയതാണ്. അത് ഭയങ്കര സക്സസ് ആയി. അത് സത്യം പറഞ്ഞ എല്ലാ സീനിയർ സിറ്റിസന്മാരെ ഒരു എന്നും വന്ന് പാസ് എന്നിട്ട് പറഞ്ഞ മോളെ ഇവിടെ തുറന്ന് ഞങ്ങൾ എല്ലാ സപ്പോർട്ട്. ക്രിക്കറ്റ് തുടങ്ങാൻ താല്പര്യം വെച്ചാൽ അവിടെ എനിക്ക് മക്കളെ ഇവിടെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആരുമില്ല. അപ്പൊ ഇവിടെ തുടങ്ങി വെച്ചാൽ പിള്ളേർ ഫുൾ ഫാമിലി രാവിലെ ഇവിടെ വരും. ഈ സ്പേസ് മകൻ്റെ ഓഫീസ് സ്പേസ് ആയിരുന്നു. അത് കൺവേർട്ട് ചെയ്ത് ഇപ്പം മേളിലേക്കായി മകൻ്റെ ഓഫീസ്. ഈ ബിൽഡിങ്ങിൽ തന്നെ ചെയ്യാൻ സാധിച്ചു. എന്തായാലും ഫുൾ സപ്പോർട്ട് ഫാമിലിയുടെ. ഷീ ഈസ് വെരി ഹാപ്പി. ആ ഒരു പാഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടുന്ന അന്ന് തുടങ്ങുമ്പോൾ തോന്നിയില്ല അല്ലേ? പക്ഷേ നോർത്ത് ഇന്ത്യൻ ഫുഡിന് അത് ഒത്തൻറ്റിക്കിന് നല്ല ഡിമാൻഡാണ്. ഞാൻ വിചാരിച്ചത് നല്ല നമ്മൾ വീട്ടിലെങ്ങനെയാ മക്കൾക്ക് ഉണ്ടാക്കി അതെ, അതുപോലെ ഹോംലി ഫുഡ്, നല്ല ക്വാണ്ടിറ്റി, നല്ല ക്വാളിറ്റി, നല്ല ടേസ്റ്റി ഫുഡ് കൊടുക്കാമെന്ന് മാത്രമേ. പക്ഷെ എല്ലാവരും കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യ നല്ല ഫുഡാണ്, എന്തായാലും കിട്ടും. അത് കഴിഞ്ഞ് ഞാനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ ഷെഫിനെയൊക്കെ കിട്ടിയത്. നോർത്ത് ഇന്ത്യൻ ഷെഫിനെ തന്നെ. പിന്നെ ഒരു സപ്പോർട്ട് വേണമല്ലോ. കുറെ ക്രൗഡ് ആകുമ്പോൾ പിന്നെ ഒറ്റയ്ക്ക് പറ്റില്ല, പിന്നെ പാടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഉടനെ തന്തൂരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചൈനീസ്, വെജ്, ഓൺലി വെജ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായി വരട്ടെ. സന്തോഷം. ഞാൻ ഹൗസ് ഫുള്ളാണെന്ന് പറയാതെ ഒരു 2-3 സ്ഥലം കഴിഞ്ഞിട്ടാണ് വന്നത്. ലാസ്റ്റ് സ്പോട്ടാണിത്. ഫുൾ ടൈറ്റായിട്ട്. അപ്പോൾ ലസ്സി കുടിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇനി താലി കഴിക്കണ്ട. ഓക്കെ, താലി കഴിക്കാം. ആണല്ലേ? ഓ, അങ്ങോട്ട് പോയി. ഒരു ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്റ്റാഫ് അങ്ങോട്ട് പോയിരിക്കുകയാണ്. പാലക്കാട് അല്ലേ? പാലാരിവട്ടത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാഫിന് കുറച്ച് ഷോർട്ടേജ് ആണ് ഇവിടെ ഇപ്പോൾ. അതുകൊണ്ട് ഇവരെ കുറച്ച് കൂടുതൽ ബിസി. ഓക്കെ, സന്തോഷം. ആയിക്കോട്ടെ. നമ്മുടെ ഓർഡേഴ്സൊക്കെ
ദഹിപൂരിയാണിത്. ദഹിപൂരി അത് അവരെ ഓർഡർ ചെയ്തതാണ്. നമ്മളും ദഹിപൂരി ഓർഡർ ചെയ്തിട്ടുണ്ട്. യെസ്, താങ്ക് യു. ഓ നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ദഹിപൂരി ഒത്തൻറ്റിക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ. ആഹാ, കാണുമ്പോൾ തന്നെ അറിയാം, അടിപൊളി. ഒരു സ്റ്റാർട്ടേഴ്സായിട്ട് ഇതെല്ലാം ഓർഡർ ചെയ്ത് കഴിക്കാം. പിന്നെ ഇവിടുത്തെ ഫേമസ് ബോംബെ സാൻഡ്വിച്ച്, ടു ബിഗ്. മുറിച്ച് കഴിക്കാമോ? ദിസ് ഈസ് ദി ദഹി പൂരി. ഫുള്ളായിട്ട് വേണമെങ്കിൽ വയ്ക്കാതെ വയ്ക്കാം. ഓ നൈസ്, കാണുമ്പോൾ അറിയില്ലേ. ഒന്ന് അടിപൊളി. നീറ്റാണ്, നീറ്റാണ് ക്ലീൻ. ഓണർ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. സ്പെഷ്യൽ താലി, ഇതിൻ്റെ പേരാണ് ശ്രീമന്ത് സാരി. ശ്രീമന്ത് താലി. ഓക്കെ, ഇത് ജീരാ റൈസാണ്. ജീര റൈസ്, ഓക്കെ, ബട്ടർ റൊട്ടി, ബട്ടർ റൊട്ടി, ദാൽ തടുക്ക. ദാൽ തടുക്ക. ഇതിലെല്ലാം നെയ്യിലാണ് തടുക്ക ഇട്ടത് എന്നല്ലേ? പ്യുവർ ഗീയിൽ. ഓക്കെ, ദാൽ തടുക്ക. പിന്നെ ഒരു മിക്സ് വെജിറ്റബിൾ കറിയാണ്. മിക്സ്ഡ് വെജിറ്റബിൾ കറി. ഇത് പനീർ മട്ടർ, പനീർ മട്ടർ, റായ്ത്ത, റൈത്ത, ഗുലാബ് ജാമുൻ, ഇത് ഓണിയൻ സാലഡ്. ഓക്കെ, പാപ്പഡ്. ശ്രീമന്ത് താലി അല്ലേ ശ്രീമന്ത് താലിക്ക് കൊടുക്കുന്നത്? ഓക്കെ, റോയലാണ്. അപ്പോൾ റോയൽ ഓക്കെ, റോയൽ. ഒരു ബോംബെ സാൻഡ്വിച്ച് വരും, അപ്പോൾ കുഴപ്പമില്ല, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ടിങ് ആദ്യം മിക്സ്ഡ് വെജിറ്റബിൾ ഫ്രൈ ചെയ്തിട്ടാണ് വെജിറ്റബിൾസ് ഈ ഒരു കറിയിൽ ചേർക്കുന്നത്. ബട്ടർ ചപ്പാത്തിയാണത്. ആ ടേസ്റ്റ്. പനീർ സൂപ്പർ. നോക്കിക്കോളൂ, ഇത് ദാൽ തടുക്കയാണ്. പക്ഷെ ഫുൾ ഗീ ആണ് കേട്ടോ, എണ്ണയിലൊന്നും അല്ല. കാണുമ്പോൾ അറിയാം കേട്ടോ ടേസ്റ്റ്. ഒരു നെയ്യ് അങ്ങനെ. വാവ്, ടൂ ഗുഡ് എന്ന് വെച്ചാൽ ടൂ ഗുഡ് ആണ് അവസ്ഥ. ഗംഭീരം. ആൻഡ് ജീരാ പുലാവ് അടിപൊളി. ഇത്രയും നല്ല ഒരു നോർത്ത് ഇന്ത്യൻ താലി ഞാൻ എപ്പോഴത്തേയും കഴിച്ചിട്ടില്ല, സത്യമായിട്ട് പറയാം. നല്ല വീടുകളിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അത്ര അടിപൊളിയായിട്ട്. ഇപ്പം ഇത് കഴിച്ച് ഗുലാബ് ജാമിലേക്ക് എത്തിക്കഴിഞ്ഞു. പാപ്പ സൂപ്പർ സ്വീറ്റാ. ഒരു ഗ്രാൻഡ് ഫിനാലെ പോലെ ഗുലാബ് ജാമുൻ കൂടെ കഴിച്ച് കഴിയുമ്പോൾ പെർഫെക്റ്റ്. ഒരു നല്ലൊരു മീൽ കഴിച്ചൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടും. അപ്പം എന്ത് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. എനിക്കിതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ തോന്നുന്നൊരു കടയായിരുന്നു. താങ്ക് യു. ബോംബെ സാൻഡ്വിച്ച് അടിപൊളി. ബോംബെ ഗ്രിൽ സാൻഡ്വിച്ച്. യെസ്. ഇതിലിപ്പോൾ ചീസ്, പനീർ മസാല. ഓക്കെ, വെജിറ്റബിൾ ചീസ്, പിന്നെ ചീസ്. ഓക്കെ, ചട്നി വരും. ചട്നിയാണ് മെയിൻ. ഓക്കെ, നമ്മൾ ഒന്നും ചേർത്ത് നമ്മൾ വീട്ടിൽ കഴിച്ച ഭക്ഷണം. അതെ എക്സാക്ട്ലി അതേപോലെ ഒരു ഫീലിംഗ് ആണ്. വീട്ടിലാണെങ്കിലല്ലേ നമ്മൾ ഇത്ര റിച്ച് ആയിട്ട് നല്ലതായിട്ട് ചെയ്യുള്ളൂ. ദിസ് ഇസ് ലെയേഴ്സ് അല്ലേ. ഇതിനകത്ത് ചട്നി ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ചീസ് ഉണ്ട്, പനീറുണ്ട്. അടിപൊളി, കൊള്ളാം കേട്ടോ. ഒന്നും പറയാനില്ല, എല്ലാ ഐറ്റവും ഔട്ട്സ്റ്റാൻഡിങ്.
വെരി യുണീക്ക്. വേറെ ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഓരോരുത്തരൊക്കെ കഴിച്ചിട്ടുണ്ട് അമ്മയുടെ ഓർമ്മ വീട്ടിലെ ഫുഡ്. നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ സെറ്റിൽഡ് ആയത്. അതെ അതെ അതെ. ആസാമിൽ നിന്നല്ലായിരുന്നു ഡോക്ടർമാരൊക്കെ ഞാൻ ചോദിക്കും, എല്ലാവരും ഫീഡ്ബാക്ക് ചോദിക്കും എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ പറയണമെന്നില്ല. അത് നമുക്ക് അതെ അതെ പറയാൻ ഒന്നും പറയാനില്ല അമ്മയുടെ ഹോംലി അത് കേൾക്കുമ്പോൾ തന്നെ അതെ 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 സത്യം. അങ്ങനെ അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് ദേ ഇറങ്ങുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. ഇന്നത്തെ ഈവനിങ് ഇതൊരു നൈറ്റ് ട്രിപ്പായിരുന്നു എന്ന് പറയാം. നൈറ്റ് ഒരു ഫുഡ് ടൂർ എന്ന് തന്നെ പറയാം അല്ലേ. അടിപൊളിയാണ് കേട്ടോ. കൊച്ചി നഗരം ഉറങ്ങാത്ത നഗരമായിട്ട് തോന്നുന്നു. ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞ് 10:30 ആകാറായി. തിരിച്ച് വീട്ടിൽ പോകട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ സെക്കൻഡ് റൂമിലേക്ക് പോകണു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോ. അതുവരെ ഇതാണ് സെൻട്രൽ സ്ക്വയർ മോൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കട.